2026 റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന നിമിഷമാണ്. രാജ്യത്തിൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ എന്ന അർത്ഥത്തിലാണ് ലോകത്തിൻ്റെ മുന്നിൽ അത് ശ്രദ്ധ നേടിയിരിക്കുന്നത്. നെഹ്റുവിൻ്റെ കാലത്താണ് 1950 മുതൽ റിപ്പബ്ലിക് പരേഡുകളിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ സേനയുടെ കരുത്ത് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 1952 മുതൽ പട്ടാളക്കാരുടെ പരേഡുകൾക്കൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാംസ്കാരിക തനിമ, ദേശീയ ഐക്യം, ബഹുദേശീയതയുടെ ഒരുമിപ്പിക്കൽ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ടാബ്ലോകൾ അവതരിപ്പിക്കുവാൻ നെഹ്റുവിനെ പോലെയുള്ള കലാഹൃദയമുള്ള ഒരാൾ പ്രത്യേകം താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് ഓരോ സംസ്ഥാനവും ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ തങ്ങളുടെ സാംസ്കാരിക തനിമ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അഭിമാനത്തോടെ അണിനിരുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം സാംസ്കാരികമായ പ്രത്യേകതകൾ അവതരിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് ഹൈന്ദവ രാഷ്ട്രീയ ചിഹ്നങ്ങളെ മാത്രം അവതരിപ്പിക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുമ്പോൾ അവിടെയും കേരളം വളരെ വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന 2026 റിപ്പബ്ലിക് പരേഡിലെ നമ്മുടെ സാന്നിധ്യം എന്നത് ഏതൊരു മലയാളിയെയും അഭിമാനിക്കാൻ ഇടം നൽകുന്നതാണ്. നമ്മുടെ ടാബ്ലോ കാണിച്ചത് കേരളത്തിൻ്റെ വാട്ടർ മെട്രോയും കേരളത്തിൻ്റെ ഡിജിറ്റൽ സാക്ഷരതയുമാണ്. സംസ്ഥാനം ഡിജിറ്റൽ മേഖലയിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തമാക്കിയ ഒരു സംസ്ഥാനമായി, അല്ലെങ്കിൽ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാരിസ്ഥിതികമായി ഏറ്റവും കുറവ് ആഘാതമുണ്ടാക്കുന്ന വാട്ടർ മെട്രോ എന്ന വിപ്ലവകരമായ പരീക്ഷണത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ മഹാരാഷ്ട്ര ഗവൺമെന്റിന് വേണ്ടി അവിടെ അവതരിപ്പിച്ച ടാബ്ലോ ഗണേശ് ഉത്സവത്തെ പറ്റിയായിരുന്നു. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ടാബ്ലോയിൽ കാണിച്ചത് ഏകമുഖ ലിംഗവും നീലകണ്ഠ മഹാദേവ ക്ഷേത്രവുമായിരുന്നു. മധ്യപ്രദേശിൽ അവതരിപ്പിച്ചത് മറ്റൊരു ഹൈന്ദവ ദേവതയുടെ ചിഹ്നമായിരുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ, രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമകളെ അവതരിപ്പിക്കേണ്ട ഇടങ്ങളിലൊക്കെ ഹൈന്ദവ ചിഹ്നങ്ങൾ ബോധപൂർവമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ ദേശീയ എന്നാൽ ഹൈന്ദവ ദേശീയതയാണ് എന്ന് ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവരുടെ മുഖത്ത് കൊടുത്ത കേരളത്തിൻ്റെ ഒരു പ്രഹരം തന്നെയാണ്, അഭിമാനത്തോടെ പറയാം, കേരളത്തിൻ്റെ ഈ പ്രാവശ്യത്തെയും റിപ്പബ്ലിക് ദിന പരേഡിലെ സെക്കുലറായ നമ്മുടെ ടാബ്ലോ.